ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2 ദിവസത്തെ മൌറീഷ്യസ് സന്ദർശനം ഈ മാസം 11-ന് ആരംഭിക്കും. മാർച്ച് 12-ന് മൌറീഷ്യസിന്റെ ദേശീയ ദിനാഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകുമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. സന്ദർശന വേളയിൽ മൌറീഷ്യസ് പ്രസിഡന്റ്, പ്രധാനമന്ത്രി തുടങ്ങിയവരുമായി ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തും. റെയിൽവേ സ്റ്റേഷനുകളിൽ യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി തിരക്ക് നിയന്ത്രണ നടപടികൾ സ്വീകരിക്കാനൊരുങ്ങി റെയിൽവേ മന്ത്രാലയം. കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ നേതൃത്വത്തിൽ ഇന്ന് ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. ട്രെയിനുകൾ എത്തുമ്പോൾ മാത്രമേ യാത്രക്കാർ പ്ലാറ്റ്ഫോമുകളിൽ പ്രവേശിക്കുന്നുള്ളൂ എന്ന് ഉറപ്പാക്കാൻ 60 സ്റ്റേഷനുകൾക്ക് പുറത്ത് സ്ഥിരമായ കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ ഒരുക്കും. കൺഫേം ടിക്കറ്റുള്ള യാത്രക്കാർക്ക് മാത്രമേ പ്ലാറ്റ്ഫോമുകളിലേക്ക് പ്രവേശനം അനുവദിക്കൂ. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് നാളെ ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന ദേശീയ സമ്മേളനം രാഷ്ട്രപതി ദ്രൌപദി മുർമു ഉദ്ഘാടനം ചെയ്യും. നാരീശക്തിയിലൂടെ വികസിത ഭാരതം എന്നതാണ് പരിപാടിയുടെ പ്രമേയം. വനിതാ ശിശു വികസന മന്ത്രാലയമാണ് സമ്മേളനം സംഘടിപ്പിക്കുന്നത്. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് ദേശീയ വനിതാ കമ്മീഷൻ നാളെ ന്യൂഡൽഹിയിൽ അഖിലേന്ത്യാ വനിതാ അഭിഭാഷകരുടെ സമ്മേളനം സംഘടിപ്പിക്കുന്നു. 2 ദിവസത്തെ സമ്മേളനത്തിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 1000-ഓളം അഭിഭാഷകർ പങ്കെടുക്കും. അന്താരാഷ്ട്ര വനിതാ ദിനാഘോഷങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി വീണ ജോർജ് നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സംസ്ഥാന സർക്കാരിന്റെ 2024-ലെ വനിതാരത്ന പുരസ്കാരങ്ങൾ ചടങ്ങിൽ സമ്മാനിക്കും. ICDS പദ്ധതി പ്രവർത്തനത്തിൽ മികവ് പുലർത്തിയവർക്കുള്ള അവാർഡുകളും നാളെ വിതരണം ചെയ്യും. വനിതാ ദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിൽ കേരള ബ്രാഹ്മണ സഭ തിരുവനന്തപുരം ജില്ലാ വനിതാ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഭക്ഷ്യമേള സംഘടിപ്പിക്കുന്നു. ഞായറാഴ്ച മുതൽ ചൊവ്വാഴ്ച വരെ നടക്കുന്ന ഭക്ഷ്യമേളയുടെ ഭാഗമായി കലാപരിപാടികളും അരങ്ങേറും. അന്താരാഷ്ട്ര വനിതാ ദിനം പ്രമാണിച്ച് ആകാശവാണിയിൽ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കും. ഇന്ന് അർദ്ധരാത്രി മുതൽ 24 മണിക്കൂർ വനിതകളായിരിക്കും ഇംഗ്ലീഷ്, ഹിന്ദി വാർത്താ ബുള്ളറ്റിനുകൾ അവതരിപ്പിക്കുന്നത്. വനിതാ ദിനത്തിൽ പ്രത്യേക പാനൽ ചർച്ചകളും സംഘടിപ്പിക്കും. സംസ്ഥാനത്ത് വേനൽക്കാല ലോഡ് ഷെഡിംഗ് വേണ്ടി വന്നേക്കില്ലെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. വൈദ്യുതിയുടെ അമിത ഉപയോഗം നിയന്ത്രിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്നും മന്ത്രി പാലക്കാട് പറഞ്ഞു. കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള സേവനങ്ങൾ തുടരുന്നതിനായി 376.84 ലക്ഷം രൂപ അനുവദിച്ച് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് അടിയന്തര തുടർ സഹായം ഉറപ്പാക്കുന്നതിന് ചികിത്സാ സഹായവും മറ്റ് പരിപാലന പ്രവർത്തനങ്ങളും കാസർഗോഡ് വികസന പാക്കേജിന് കീഴിൽ ഏറ്റെടുത്ത് ഫണ്ട് അനുവദിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകുകയായിരുന്നു. 6ാമത് ഏഷ്യൻ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ കടന്ന് ഇന്ത്യ. ഇന്ന് നടന്ന ആദ്യ സെമി ഫൈനലിൽ നേപ്പാളിനെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ഫൈനലിലെത്തിയത്. ഇന്ത്യ ന്യൂസിലൻഡ് ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ഫൈനൽ മറ്റന്നാൾ ഉച്ചയ്ക്ക് 2:30-ന് ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. സെമിയിൽ ഓസ്ട്രേലിയയെ തോൽപ്പിച്ചാണ് ഇന്ത്യ ഫൈനലിൽ കടന്നത്. അതേസമയം സെമി പോരാട്ടത്തിൽ ദക്ഷിണാഫ്രിക്കയെ വീഴ്ത്തിയായിരുന്നു കിവീസിന്റെ ഫൈനൽ പ്രവേശം. ഇന്ത്യയുടെ ഉൽപാദന ആവാസ വ്യവസ്ഥ, റോഡ് സുരക്ഷ, പരിസ്ഥിതി സുസ്ഥിരത എന്നിവ മെച്ചപ്പെടുത്തുന്നതിനായി വ്യാവസായിക ആഭ്യന്തര വാണിജ്യ വകുപ്പ് മെഴ്സഡീസ് ബെൻസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡുമായി ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. സാങ്കേതിക മികവ് കൈവരിക്കുന്നതിലും സാമൂഹിക വികസനം പരിപോഷിപ്പിക്കുന്നതിലും സ്റ്റാർട്ടപ്പുകളെയും സംരംഭകരെയും പിന്തുണയ്ക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. സംസ്ഥാന സർക്കാരിനെതിരായ തെറ്റായ പ്രചാരണങ്ങളെ പ്രതിരോധിക്കേണ്ടതിന്റെ ആവശ്യകത CPIM സംസ്ഥാന സമ്മേളനത്തിൽ ചർച്ചയായതായി പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സംസ്ഥാനത്തിന്റെ ആഭ്യന്തര വിഭവ സമാഹരണം വർദ്ധിപ്പിക്കുക എന്നതാണ് നവകേരള രേഖ മുന്നോട്ട് വയ്ക്കുന്ന ബദൽ നയമെന്ന് അദ്ദേഹം പറഞ്ഞു. ദരിദ്ര വിഭാഗങ്ങൾക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ സമ്പന്നർക്കും കൂടി നൽകുന്നതിൽ പാർട്ടി നയം പുനർവിചിന്തനം ആവശ്യപ്പെടുന്നതായും ശ്രീ MV ഗോവിന്ദൻ അറിയിച്ചു. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ എക്സ്റേ ഉപകരണത്തിന്റെ തകരാർ ഉടൻ പരിഹരിക്കണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. എക്സ്റേ ഉപകരണം കേടായത് കാരണം രോഗികൾ ബുദ്ധിമുട്ടിലായ സംഭവത്തിൽ സ്വമേധയാ എടുത്ത കേസിലാണ് ഉത്തരവ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാനത്തെ ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന സമരം തുടരുന്നു. വനിതാ ദിനമായ നാളെ വനിതാ സംഗമം സംഘടിപ്പിക്കുമെന്ന് ആശാ വർക്കർമാർ അറിയിച്ചു. ചിക്കൻ പോക്സ് പടർന്നതിനെ തുടർന്ന് തിരുവനന്തപുരം CET എഞ്ചിനീയറിംഗ് കോളേജ് ഈ മാസം 15 വരെ അടച്ചു. രോഗം പടരാതിരിക്കാൻ മെൻസ് ലേഡീസ് ഹോസ്റ്റലുകൾ അടയ്ക്കാനും ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു. തിരുവനന്തപുരം ജവഹർ ബാലഭവനിൽ കുട്ടികൾക്കായി കളിമുറ്റം മധ്യവേനൽ അവധി ക്ലാസുകൾ ആരംഭിക്കുന്നു. ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടക്കുന്ന ക്ലാസുകളിൽ 4 മുതൽ 16 വയസ്സുവരെ പ്രായമുള്ള കുട്ടികൾക്ക് പങ്കെടുക്കാം. സംഗീതം, നൃത്തം, അബാക്കസ്, ഗിറ്റാർ, വയലിൻ, തബല, കീബോർഡ്, നാടകം, യോഗ തുടങ്ങി 26 വിഷയങ്ങളിൽ പരിശീലനം നൽകും.
പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.